ജയിലിൽ ശബരിമല കേസിൽ കിടന്നത് എങ്ങനെയുണ്ടോ അതേ രീതിയിൽ തന്നെയുണ്ട്. 4 ദിവസം വെള്ളം കുടിക്കാതിരുന്നു, 4 ദിവസം 5 ദിവസം പട്ടിണി കിടന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസാരിച്ച രാഹുൽ ഈശ്വർ 16 ദിവസം ജയിലിൽ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ആണെങ്കിൽ ആ കേസിൽ ഇതുവരെ ജയിലിൽ പോയിട്ടുമില്ല. ശ്രീ ദിലീപിന് വേണ്ടി, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി, ശ്രീ സിദ്ദിഖിന് വേണ്ടി, ശ്രീ വിജയബാബുവിന് വേണ്ടി, അങ്ങനെ വ്യാജ പരാതികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ 2 ആൺകുട്ടികൾ വളർന്നു വരുന്നതുകൊണ്ടാണ്. നാളെ അവർക്കെതിരെ വ്യാജ പരാതി വന്നാൽ വേറെ ആരും കാണില്ല. നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ പേര് പറയുന്നില്ല, പ്രമുഖ പത്രത്തിന്റെ അടക്കമുള്ള ആൾക്കാരുടെ ജീവിതവും കരിയറും വ്യാജ പരാതികളിൽ തകർന്നതാണ്. എന്റെ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. നാളെ കമ്മ്യൂണിസ്റ്റ് MLA ആയ ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതിയാണെന്ന് വന്നത് നിന്നാർക്കും തർക്കമില്ലല്ലോ. കാര്യം ആ സ്ത്രീ 11 പേർക്കെതിരെ പരാതി കൊടുത്തു. കോടതി പരാമർശങ്ങൾ ശ്രീ മുകേഷിന് അനുകൂലമാണ്. ശ്രീ മുകേഷിനെതിരെ പരാതി വരുമ്പോൾ കോൺഗ്രസും BJPയും എണീസ് എന്ന് പറയണം, നമ്മുടെ മുകേഷ് അല്ലേ, അയാളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ വേട്ടയാടരുത്. നാളെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് വ്യാജ പരാതി, അതും അനുകൂലമായ കോടതി പരാമർശങ്ങൾ വെച്ചാൽ, ഹൈക്കോടതി പരാമർശം വെച്ചാൽ പറയണേ, ശ്രീ എൽദോസിനെതിരെ വ്യാജ പരാതിയാണ്. സുരേഷ് ഗോപി പബ്ലിക്കലി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ശരിയോ തെറ്റോ എന്ന് പറയാം, പക്ഷേ അത് ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആണ് എന്ന വ്യാജ പരാതി വരുമ്പോൾ അയ്യോ സുരേഷ് ഗോപിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ കള്ളപ്പരാതി കൊടുക്കരുത് എന്ന് പറയാൻ നമ്മളെന്ന സമൂഹം ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു. ആ തെറ്റ് നമ്മൾ ഇനിയും ചെയ്യരുത്. റിപ്പോർട്ടർ ആയതുകൊണ്ട് ശ്രീ ദിലീപിനെ കുറിച്ച് ഒരു കാര്യം കൂടി, ഇത് സ്മൃതി മാഡം കാണുകയാണെങ്കിൽ, സ്മൃതിയോട് ബഹുമാനം ഇഷ്ടമാണ് അതുകൊണ്ട് പറയുന്നതാണ്, ശ്രീ മാഡം കാണുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഡിബേറ്റ് പെൻഡിംഗ് ഉണ്ട്. അന്നു മുതലേ ഞാൻ സൂചിപ്പിച്ച കാര്യം, ഞാൻ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല, നമ്മൾ മലയാളി സമൂഹം ദിലീപിനോട് അനീതിയാണ് ചെയ്തത്. ശ്രീ ദിലീപ്, അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യ, 2 പെൺമക്കൾ, അവർക്കും ജീവിതമില്ലേ? കോടതി വിധി അനുകൂലമായി വന്നാൽ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയതൊക്കെ അറിഞ്ഞപ്പോ എന്ത് തോന്നി? എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അനീതി എവിടെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീതി കൊണ്ട് എതിർക്കണം. പക്ഷെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച ഞാൻ അകത്താണല്ലോ എന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരിക്കലുമില്ല. കാര്യം ഞാനത് എന്റെ മകൻ പറഞ്ഞൊരു സാധനം കൂടെ പറയാം. എന്റെ മകൻ, ഞാൻ എല്ലാ മീഡിയക്കാരുടെ പറഞ്ഞാണ്, മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു, കൂടെയുള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം. യാഗ് എന്നാണ് മോന്റെ പേര്, യാഗിന്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇനി താങ്കൾ അറിയാൻ വേണ്ടി പറയാ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും ഒരു 6 മാസം മുമ്പ് ഭയങ്കര അടിയായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഒരു പ്രമുഖ ചാനലിലിരുന്ന് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്നെ വിളിക്കുകയും ചെയ്യുന്നത്. അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ സ്ലോ പോയിസൺ. കൂട്ടുകാരൊന്നുമല്ല, കൂട്ടുകാരെന്ന് മാത്രമല്ല, ഇതും കൂടെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർത്തതും, പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആൾക്കാരുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതെന്നോട് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതായത് എന്റെ കയ്യിലുള്ള പുരുഷ കമ്മീഷൻ ബില്ല് ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ്. അപ്പോ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒക്കെ പൈസ തന്നിട്ടാണ് രാഹുൽ ഈശ്വർ. ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാണ്, ഒരു MLAക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. അത്യാവശ്യം ദൈവം എനിക്ക് പോരാടാനും നല്ല വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അന്ന് പോലീസ് പറയുന്നതിന് ഒരു വരി കൂടെ പറഞ്ഞ്, കഴിഞ്ഞ തവണ ഞാൻ നിരാഹാരം കിടന്നപ്പോൾ ഒരു മാധ്യമങ്ങളെ സപ്പോർട്ടില്ലായിരുന്നു, ഒരു 4-1 സുപ്രീം കോടതി വിധി മാറിയായിരുന്നു. അത് ഓർത്താൽ മതി. ഞാൻ മാത്രമല്ല ഒരുപാട് പേർ ഒരുമിച്ച് പോരാടിയപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 4-1 എന്ന ശബരിമല സുപ്രീം കോടതി വിധി മാറിയതേ ഞങ്ങൾ പറയുന്ന സത്യമായോണ്ടാണ്. രാഹുൽ അന്ന് പോലീസ് ഒന്ന് വിളിക്കുമ്പോഴേ രാഹുൽ അകത്ത് ഇത്ര 14 ദിവസം കിടക്കേണ്ടി വരുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പോലീസുകാർ വിചാരിച്ചില്ല. അത് പോലീസുകാർ വിചാരിച്ചത്, പോലീസുകാർ കൂടി എന്നാൽ ഇലക്ഷൻ കഴിയുന്നവരെയോ അല്ലെങ്കിൽ 3-4 ദിവസമോ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ട് ഞാൻ ലാപ്ടോപ്പ് ഓഫീസിലാണെന്ന് പറഞ്ഞതൊക്കെ ആ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഇട്ടത്. അതിന്റെ കാര്യം എന്താണെന്നും കൂടെ പറയാം. ശബരിമല കേസിൽ പോലീസുകാരന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി, എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അതിന്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. 44,000 രൂപ എന്റെ കയ്യിൽ ചെലവായി. ഇത്രയൊന്നും സീരിയസ് ആവും വിഷയം നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ദൈവത്തെ ഓർത്ത് ഞാൻ ഒറ്റ കാര്യമേ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഉറപ്പായി പറയുന്നുള്ളൂ, ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളം പറയില്ല. 100%
സത്യം പറയുന്ന ഒരു വ്യക്തിയാണ്. അറിയാതെ ചിലപ്പം പറയുന്നതിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 2 റിപ്പോർട്ടറോടക്കം നിങ്ങളെ വിമർശിക്കുന്നോ അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പറയുക, എന്റെ വാക്കുകൾക്ക് അമിത മൂർച്ചയോ അല്ലെങ്കിൽ ടോണിന് അഗ്രഷനോ ഉണ്ടെങ്കിൽ ആ വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കോടതികളിലുള്ള വിമർശനം ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റുകളുടെ ജെനുവിനിറ്റി അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അങ്ങനെ വാക്കുകൾക്ക് രൂക്ഷത ഉണ്ടെങ്കിൽ, അഗ്രസീവ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ജയിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? ജയില് ശബരിമല കേസിൽ കിടന്നത് എങ്ങനെയുണ്ടോ അതേ രീതിയിൽ തന്നെയുണ്ട്. ശബരിമലയെ കിടന്ന പോലെ തന്നെ കൂടെ നിന്ന പല ആൾക്കാരും, പേര് പറയാനില്ല, വന്ന് ഫോട്ടോയും കാര്യങ്ങളും എടുത്തു. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഡെസിഗ്നേഷൻ പറയുന്നില്ല. അവർ പറഞ്ഞു ഇത് കള്ളക്കേസുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട് നിൽക്കുന്നത് കള്ളക്കേസുകളാണെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയാം. നമുക്കൊരു മെക്കാനിസം വേണം. അവിടെയാണ് പുരുഷ കമ്മീഷൻ ബില്ല് ഷാബാസിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിയമസഭയുടെ പരിഗണനയിലുണ്ട്, അവതരിപ്പിച്ചാൽ മതി. ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്നല്ലോ, നിയമസഭയിൽ 140 MLA-മാർക്കും അവർ കൊടുത്ത് നിയമസഭ സ്വന്തമായിട്ട് കോപ്പി എടുത്ത് കൊടുത്താണ്. ഇത് ഓൾറെഡി കേന്ദ്രത്തിൽ അവതരിപ്പിച്ചു. ഇപ്പൊ രാജ്യസഭയിൽ ആപ്പിന്റെ അശോക് കുമാർ മിത്തൽ അവതരിപ്പിച്ചു. ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാൻ ഞാൻ 4 ദിവസം വെള്ളം കുടിക്കാതിരുന്നു. 4 ദിവസം 5 ദിവസം പട്ടിണി കിടന്നു. അത് എന്തിനാണെന്നറിയാമോ? ആ പട്ടിണി കിടന്നത് ഈ വിഷയം കാര്യമായി റേസ് ചെയ്യാൻ, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്. അത് ഗാന്ധിയൻ രീതിയാണ്. മഹാത്മാഗാന്ധിയാണ് ആ നിരാഹാര ജാമ്യം കിട്ടാതെ വന്നപ്പം ഈ ആളുകൾ പറയുന്നല്ലോ രാഹുൽ ലേലു അല്ലു പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. നേരെ തിരിച്ച് എന്റെ കിഡ്നിക്ക്, അതായത് ആഹാരം കഴിക്കാതിരുന്നാലും പ്രശ്നമില്ല, വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. കാര്യം മക്കളെയൊക്കെ എനിക്ക് ഇനിയും കാണേണ്ടതല്ലേ. 2, പോലീസിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പോലീസായിട്ട് ചോദിച്ചാൽ ഞാൻ പോലീസിന് എഴുതി കൊടുത്തിട്ടുണ്ട്. മോനെ കുറിച്ചൊരു ദുസ്വപ്നം കണ്ടു. എന്റെ മകനുണ്ട് യാഗ്, അവനെ കുറിച്ചൊരു ദുസ്വപ്നം കണ്ടു. അത് കണ്ട് പാനിക്കായി ഞാൻ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ എന്തെങ്കിലും ഇതാകട്ടെ. 4-5 ദിവസം ഞാൻ കിടന്നു. 5 ദിവസം പട്ടിണി കിടന്നു. 4 ദിവസം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് പട്ടിണി കിടന്നത്. 4 ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു. കിടക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ മകന്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, വരും തലമുറയിലെ ആണുങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഭക്ഷണം പോലീസുകാരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആണ്. ഞാനതാ പറയണത്, നിങ്ങൾ ക്യാമറയും മൈക്കും മാറ്റി പോലീസുകാരോട് രാഹുൽ ഈശ്വർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കുക. ഞാൻ പറയുന്നതിനെക്കാട്ടി ശക്തിയോടെ പോലീസുകാർ പറയും. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു പറയില്ല. കാര്യം എത്ര പേര് കിടക്കുന്നു. ഞാൻ പോക്സോ കേസിൽ 20 വർഷം അടിച്ചു കൊടുത്ത് 20-21 വയസ്സായ പിള്ളേർ ഇവിടെ കിടക്കുകയാണ്. അഫെയർ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല. എനിക്ക് +2 പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടവും കാര്യങ്ങളും നമുക്കുണ്ടാവില്ല. ഇല്ല, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ മദർ തെരേസയോ ഇതൊന്നും അല്ലല്ലോ. അവരെ പുറത്തിറക്കാൻ രാഹുൽ മുൻകൈ എടുക്കാൻ. നമ്മളിപ്പം ജയിലിലോട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ്, അതായത് 4 പേരുടെ കേസാണ് അതിൽ ഏറ്റവും ജെനുവിനായി എനിക്ക് തോന്നിയത്. അത് ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് പഠിക്കാൻ എടുക്കുകയും എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുക. അതായത് അകത്ത് കടന്ന ജയിലിൽ ഇനിയൊരു സാമൂഹ്യ പ്രവർത്തകനായി, മനുഷ്യാവകാശ പ്രവർത്തകനായി രാഹുൽ പോവാണ്. മനുഷ്യാവകാശ പ്രവർത്തകൻ, പുരുഷാവകാശ പ്രവർത്തകൻ, ഇനി പേരെന്ത് വിളിച്ചാലും ഈ മെൻസ് കമ്മീഷൻ വേണ്ടേണ്ട ആവശ്യം ഇല്ലെങ്കിലേ സഹിക്കുന്നത് ആരാണ്? സഹിക്കുന്നത് വീട്ടുകാരാണ്, സഹിക്കുന്നത് ഇവരുടെ ഫാമിലിയാണ്. ഇടയ്ക്ക് രാഹുലിന്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു, ത്രിവർണ്ണ പതാക, ഇവിടെ ഒരു ബാഡ്ജൊക്കെ ആയിരുന്നു. ഇപ്പൊ ഈ മെൻസ് കമ്മീഷൻ ഇതെന്താ അവിടെയാണ് കൃത്യമായി ദയവായി ശ്രദ്ധിക്കണം. ഫെമിനിസത്തോട് ബഹുമാനമാണ്, എതിർപ്പൊക്കെയുണ്ട്, പക്ഷേ ഫെമിനിസത്തോട് ബഹുമാനമാണ്. ഈ ഫെമിനാസിസം എന്ന് പറയുന്ന തീവ്ര ഇടതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാവരുത്. ഇനി ഞാൻ താങ്കളോട് ഉത്തരം പറയേണ്ട ചോദിക്കുകയാണ്. KR മീര മാഡം പറഞ്ഞു, ഒരു ഉദാഹരണമായിട്ടാണ്, ഷാരോണെ ഗ്രീഷ്മ കൊന്നപ്പോ ചില സമയത്തൊക്കെ വിഷം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് എത്ര ഇൻസെൻസിറ്റീവാണ്. അത് ഫെമിനിസം ആണോ? അല്ലല്ലോ, അത് ഫെമിനിസം അല്ല, അതൊരു ഫെമിനാസിസമാണ്. ഒരു പ്രമുഖനായ പോലീസ് ഉദ്യോഗസ്ഥൻ 14 സെക്കൻഡ് ഒരു പെൺകുട്ടിയെ നോക്കിയാൽ കേസെടുക്കുമെന്ന് പറയുന്നത് എന്തൊരു അനീതിയാണ്. കാര്യം അതൊന്നും തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ പറ്റില്ല. ഇനി രാഹുലിന്റെ കോസ്റ്റ്യൂം ഇതായിരിക്കോ? അല്ല, ഇപ്പൊ ഇത് ഇട്ടൂന്നേ ഉള്ളൂ. ഒറ്റ കാര്യമാണ് എനിക്ക് കോറായി പറയാനുള്ളത്. നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം, അത്രേ ഉള്ളൂ. ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. ഈ ജയിലിനകത്ത് പോയ രാഹുൽ ഈശ്വർ അല്ല പുറത്തേക്ക് വരുമ്പോൾ. കാരണം ഇനി മനുഷ്യാവകാശ പ്രവർത്തകർ, അതായത് 4 പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന, പോക്സോ മാത്രമല്ല എന്ന് രാഹുൽ പറയുന്നത്, എന്തായാലും 4 പേരെ രക്ഷിക്കാനുള്ള അവരുടെ നിയമ നടപടികൾ ഏറ്റെടുത്ത് രാഹുൽ ഈശ്വർ മുന്നോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അകത്ത് കയറിയപ്പോൾ കണ്ട അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് രംഗത്ത് വരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ലേലു അല്ലു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ പലരും കളിയാക്കി. അത് അതുകൊണ്ടൊന്നുമല്ല, രാഹുൽ ഈശ്വറിന്റെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കിഡ്നി സ്റ്റോണായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതൊക്കെ കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. VD ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.